കമ്പനി ബോർഡ് LGS പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് മേഖലയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുവാനായി പോകുന്നത്. അതുപോലെ ഏകദേശം 50-ലധികം വരുന്ന പ്രധാനപ്പെട്ട സയൻസ് ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അത് നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കയറി കാണുക. അതിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പൊ നോക്കേ, ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകം ഏത്? ഹരിതഗൃഹ പ്രഭാവത്തിന് പ്രധാന കാരണമായ വാതകം ഏത്? ഏതാണത്? ഉത്തരം കിട്ടിയോ? ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏത്? മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതാണത്? ഓപ്ഷൻ ബി. ഏതാ? മീഥേൻ. ഏതാണ്? മീഥേൻ. എങ്ങനെയാ? മാർഷ് ഗ്യാസ്. അടുത്ത ചോദ്യം, ഐസ് പ്ലാന്റുകളിൽ ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏത്? ഐസ് പ്ലാന്റുകളില് ശീതീകരണത്തിനായി ഉപയോഗിക്കുന്ന വാതകം ഏത്? ഏതാണത്? അമോണിയ. ഏതാണ്? അമോണിയ. അടുത്ത ചോദ്യം, ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം ഏത്? ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന വാതകം ഏത്? അപ്പൊ ഏതായിരിക്കും അത്? കിട്ടിയോ? ഏതാണ്? മീഥേൻ. ഏതാണ്? മീഥേൻ. അടുത്ത ചോദ്യം, ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത്? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത്? ഏതാണ്? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. മറക്കല്ല, ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം ഏത്? സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം ഏത്? ഏതാണത്? സൂര്യൻ. ഏതാണ്? സൂര്യൻ. അല്ലെ? അടുത്ത ചോദ്യം, സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? സൂര്യന്റെ വാത്സല്യഭാജനം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? അപ്പോ ഓപ്ഷനിൽ നോക്കേ, ഏതാണ് ശരിയായ ഉത്തരം? കിട്ടിയോ? ഏതാണ്? ശുക്രൻ. ഏതാണ്? ശുക്രൻ. അപ്പൊ നമ്മുടെ പോയ ഓരോ വീഡിയോകളിലും നിങ്ങൾ മാർക്കുകൾ കമന്റ് ചെയ്തതുപോലെ തന്നെ ഇതിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കിട്ടിയ മാർക്ക് കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വലിയ കല്ല് എന്ന അർത്ഥമുള്ള സ്വീഡിഷ് വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഏത്? ചോദ്യം ശ്രദ്ധിക്കണേ. എങ്ങനെയാണ്? വലിയ കല്ല് എന്നർത്ഥമുള്ള സ്വീഡിഷ് വാക്കിൽ നിന്ന് പേര് ലഭിച്ച മൂലകമേത്? ടങ്സ്റ്റൺ. ഏതാണ്? ടങ്സ്റ്റൺ. അടുത്ത ചോദ്യം, ആസിഡ് എന്നതിന്റെ ഗ്രീക്ക് പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകമേത്? ആസിഡ് എന്നതിന്റെ ഗ്രീക്ക് പേരിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഏത്? ഏതായിരിക്കാം? ഓക്സിജൻ. ഏതാണ്? ഓക്സിജൻ. അടുത്ത ചോദ്യം, നോട്സ് പുരാണങ്ങളിലെ ഇടിമിന്നൽ ദേവന്റെ പേരിൽ നാമകരണം ചെയ്ത മൂലകമേത്? നോട്സ് പുരാണങ്ങളിലെ ഇടിമിന്നൽ ദേവന്റെ പേരില് നാമകരണം ചെയ്ത മൂലകമേത്? ഏതായിരിക്കാം? തോറിയം. ഏതാണ്? തോറിയം. അടുത്ത ചോദ്യം, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? നമുക്കെല്ലാവർക്കും അറിയാലോ അല്ലെ? ആരാണ്? ഡാർവിൻ. ആരാ? ചാൾസ് ഡാർവിൻ. അടുത്ത ചോദ്യം, പാരമ്പര്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? പാരമ്പര്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ആരാണ്? ഗ്രിഗർ മെൻഡൽ. ആരാണ്? ഗ്രിഗർ മെൻഡൽ. മറക്കല്ലേ. ഏതാണ്? പാരമ്പര്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗ്രിഗർ മെൻഡൽ. അടുത്ത ചോദ്യം, താങ്കളുടെ അച്ഛന്റെ താവഴിയിലോ അമ്മയുടെ താവഴിയിലോ കുരങ്ങന്മാർ ഉണ്ടായിരുന്നോ എന്ന പരിഹാസ ചോദ്യം നേരിടേണ്ടി വന്ന ശാസ്ത്രജ്ഞനാര്? താങ്കളുടെ അച്ഛന്റെ താവഴിയിലോ അമ്മയുടെ താവഴിയിലോ കുരങ്ങന്മാർ ഉണ്ടായിരുന്നോ എന്ന പരിഹാസ ചോദ്യം നേരിടേണ്ടി വന്ന ശാസ്ത്രജ്ഞൻ ആര്? ആരാണത്? ഡാർവിൻ ആണ് കേട്ടോ. ആരാണ്? ഡാർവിൻ. അടുത്ത ചോദ്യം, ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ആരാണ്? ഹ്യൂഗോ ഡി വ്രിസ്. ആരാണ്? ഹ്യൂഗോ ഡി വ്രിസ്.
ഓക്കെ, അടുത്ത ചോദ്യം. PVC-യുടെ പൂർണ്ണ രൂപം എന്ത്? PVC-യുടെ പൂർണ്ണ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാം PVC അല്ലേ? അപ്പൊ എന്താണ് ചോദ്യം? PVC-യുടെ പൂർണ്ണ രൂപം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ നോക്കെ? ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം കിട്ടിയോ? ഏതാണ്? പോളിവിനൈൽ ക്ലോറൈഡ്. ഏതാണ്? പോളിവിനൈൽ ക്ലോറൈഡ്. അടുത്ത ചോദ്യം. ഒരു പോളിമറിന്റെ അടിസ്ഥാന യൂണിറ്റിന്റെ പേരെന്ത്? ഒരു പോളിമറിന്റെ അടിസ്ഥാന യൂണിറ്റിന്റെ പേരെന്ത്? എന്തായിരിക്കാം? മോണോമർ. ഏതാണ്? മോണോമർ. അടുത്ത ചോദ്യം. പുനഃചംക്രമണം നടത്താൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പുനഃചംക്രമണം നടത്താൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? അപ്പൊ ഏത് വിഭാഗത്തിലായിരിക്കാം? കിട്ടിയോ? തെർമോ പ്ലാസ്റ്റിക്കുകൾ. ഏതാണ്? തെർമോ പ്ലാസ്റ്റിക്കുകൾ. അടുത്ത ചോദ്യം. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന അർബുദകാരിയായ വിഷവാതകം ഏത്? പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന അർബുദകാരിയായ വിഷവാതകം ഏത്? ഏതാണത്? ഡയോക്സിൻ. ഏതാണ്? ഓപ്ഷൻ ബി, ഡയോക്സിൻ. മറക്കല്ലേ, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന അർബുദകാരിയായ വിഷവാതകം ഏതാണ്? ഡയോക്സിൻ. അടുത്ത ചോദ്യം. രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? രക്തബാങ്കുകളില് രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഏതായിരിക്കാം? കിട്ടിയോ? ഏതാണ്? സോഡിയം സിട്രേറ്റ്. ഏതാണ്? സോഡിയം സിട്രേറ്റ്. അടുത്ത ചോദ്യം. പുല്ലിന്റെ പച്ചനിറം എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ക്ലോറോസ് നിന്ന് പേര് ലഭിച്ച ഹാലജൻ ഏത്? ചോദ്യം ശ്രദ്ധിക്കണേ. പുല്ലിന്റെ പച്ചനിറം എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ക്ലോറോസ് നിന്ന് പേര് ലഭിച്ച ഹാലജൻ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കാം? ഉത്തരം ഏതാണ്? ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. അടുത്ത ചോദ്യം. ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശ ഘടകം ഏത്? ബ്ലീച്ചിങ് പൗഡറിലെ അണുനാശ ഘടകം ഏത്? നമുക്കറിയാം. ഏതാണ് ഉത്തരം? അതും ഏതാ? ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. അടുത്ത ചോദ്യം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം രാസായുധമായി ഉപയോഗിച്ച ഹാലജൻ ഏത്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈന്യം രാസായുധമായി ഉപയോഗിച്ച ഹാലജൻ ഏത്? ഏതാണ്? ക്ലോറിൻ. ഏതാണ്? ക്ലോറിൻ. അപ്പൊ ശ്രദ്ധിക്കണേ, ക്ലോറിനുമായി കണക്ട് ചെയ്തത് ആ ഒരു 3 ചോദ്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശ്രദ്ധിച്ചോണേ. ക്ലോറിനാണ് ഉത്തരം. ചോദ്യം ശ്രദ്ധിച്ചോണേ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ ഫ്ലൂറിന്റെ അംശം കൂടുതലാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? മനുഷ്യ ശരീരത്തിൽ ഫ്ലൂറിന്റെ അംശം കൂടുതലാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ഏത്? ഏതാണത്? ഫ്ലൂറോസിസ്. ഏതാണ്? ഫ്ലൂറോസിസ്. അടുത്ത ചോദ്യം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? അപ്പൊ ഏതിന്റെ ആയിരിക്കും? ഉത്തരം കിട്ടിയോ? ഏതിന്റെയാണ്? സിങ്ക്. മറക്കല്ലേ. മനുഷ്യൻ ആദ്യമായി സൃഷ്ടിച്ചെടുത്ത കൃത്രിമ മൂലകം ഏത്? മനുഷ്യൻ ആദ്യമായി സൃഷ്ടിച്ചെടുത്ത കൃത്രിമ മൂലകം ഏത്? അപ്പൊ ഏതായിരിക്കും അത്? ടെക്നീഷ്യം. ഏതാണ്? ടെക്നീഷ്യം. അടുത്ത ചോദ്യം. അലൂമിനിയത്തിന്റെ പ്രധാന അയിരേത്? അലൂമിനിയത്തിന്റെ പ്രധാന അയിരേത്? ഏതായിരിക്കാം? ബോക്സൈറ്റ്. ചോദ്യം മറക്കല്ലും. അലൂമിനിയത്തിന്റെ പ്രധാന അയിര് ഏത്? ഏതാണ്? ബോക്സൈറ്റ്. അടുത്ത ചോദ്യം. ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഹേമറ്റൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അപ്പൊ ഏത് ലോഹത്തിന്റെ ആയിരിക്കും? കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഏതാ? ഇരുമ്പ്. ഏതാണ്? ഇരുമ്പ്. അടുത്ത ചോദ്യം. ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? ഗലീന ഏത് ലോഹത്തിന്റെ അയിരാണ്? അപ്പൊ ഇതിന്റെ ആയിരിക്കാം? ലെഡ്. ഏതാണ്? ലെഡ്. അടുത്ത ചോദ്യം. പയർവർഗത്തിൽപ്പെട്ട ചെടികളിൽ നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്ന ഭാഗം ഏത്? പയർവർഗത്തിൽപ്പെട്ട ചെടികളില് നൈട്രജൻ സ്ഥിരീകരണം നടക്കുന്ന ഭാഗം ഏത്? ഉത്തരം ഏതാണ്? വേരിലാണ് കേട്ടോ. അടുത്ത ചോദ്യം. മണ്ണിൽ സ്വതന്ത്രമായി കാണുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏത്? മണ്ണിൽ
സ്വതന്ത്രമായി കാണുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതായിരിക്കാം? അസറ്റോബാക്ടർ. ഏതാണ്? അസറ്റോബാക്ടർ. ഓക്കെ.